ഹരേ കൃഷ്ണ. ഇതാണ് അലോപശങ്കരി ക്ഷേത്രം. ഇത് ഇവിടെയല്ല, പ്രയാഗ്രാജിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നല്ലേ, ഈ കാണുന്ന ഒരു കിണറാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഈ കിണറ്റിനകത്ത് സതീദേവിയുടെ വലതുകരം അറ്റുവീണ കിണറാണ് ഈ സ്ഥലം. ദക്ഷയാഗത്തിന് പോയ സതീദേവി ദേഹത്യാഗം ചെയ്ത കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പരമശിവൻ സതീദേവിയുടെ ആ ശരീരവും എടുത്തുകൊണ്ട് അലയായിരുന്നു, ക്ഷോഭവും സങ്കടവും ഒക്കെ സഹിക്കാണ്ട്. ആ ശരീരം താഴെ വെച്ചാൽ മാത്രമാണ് പരമശിവന് സമാധാനം കിട്ടുകയുള്ളൂ. അവസാനം മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം പ്രയോഗിക്കുകയും ദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളായി ഛിന്ന ഭിന്നമായി പല സ്ഥലത്ത് പതിക്കുകയും ചെയ്തു. അതിൽ ദേവിയുടെ വലതുകരം വന്ന് വീണ സ്ഥലമാണ് ഈ കിണർ. ഈ കിണറിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല, ഭൂനിരപ്പിന്ന് ഒരു 4 അടി ഉയരത്തിലാണ് ഈ കിണർ നിൽക്കുന്നത്. ഭൂനിരപ്പിന്ന് 4 അടി ഉയരം, നിറച്ചും വെള്ളമാണ് അതിൽ. എല്ലാ കാലത്തും, ഏത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഈ കിണറ്റിലെ വെള്ളം ഒരു തുള്ളി കുറയേയില്ല. ഇനി എത്ര വലിയ മഴക്കാലം വന്നാലും ഇത് നിറഞ്ഞു കവിയേയില്ല. ഈ കാണുന്ന കിണറ്റിൽ നിന്ന് അവിടുത്തെ പൂജാരിമാർ ഈ ഓടിൻ്റെ മൊന്ത കൊണ്ട് വെള്ളം മുക്കിയിട്ട് തീർത്ഥമായിട്ട് അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇങ്ങനെ കോരി തന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കോരി എടുത്താലും അതിന്ന് ഒരു നെല്ലിട വെള്ളം കുറയൂല്ല. അതുപോലെ എത്ര മഴ പെയ്താലും എന്ത് തന്നെ സംഭവിച്ചാലും ആ കിണർ നിറഞ്ഞു കവിയേയില്ല. കിണറിലെ വെള്ളം ഭൂനിരപ്പിന്ന് 4 അടി ഉയരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ യുക്തിക്കും സയൻസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിനൊക്കെ അപ്പുറത്താണ് അല്ലേ. അല്ലെങ്കിലും നമ്മുടെ ചിന്തയ്ക്കും യുക്തിക്കും അതീതമായിട്ട് ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു ഭൂമിയാണ് നമ്മുടെ ഭാരതഭൂമി എന്ന് പറയുന്നത്. പ്രയാഗ്രാജിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ പോവാനും ആ പരിശുദ്ധമായ കിണറ്റിലെ തീർത്ഥം സേവിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അവിടെ ചെന്നാൽ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ.